ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും ലൈഫ് വ്ലോഗ്സിലേക്ക് സ്വാഗതം. ഇത് നമ്മൾ ഇന്നലെ വൈകുന്നേരം ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഈവനിങ് ഏകദേശം ഒരു 4:30 കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ വർക്കല ശിവഗിരിയിലോട്ട് പോവുകയാണ്. അവിടെ ഇപ്പം തീർത്ഥാടനം നടക്കുവാണ്. ഡിസംബർ 30 സ്റ്റാർട്ട് ചെയ്ത് 30, 31, 1 തീയതിയാണ് സമാപനം. അപ്പോൾ ഇന്ന് ലാസ്റ്റ് ദിവസമായ 1 തീയതി ന്യൂ ഇയറിൻ്റെ അന്നാണ് നമുക്ക് പോകാനുള്ള ഒരു ടൈം കിട്ടിയത്. വണ്ടി വർക്ക്ഷോപ്പിലായിരുന്നത് കാരണം നമുക്ക് രാവിലെ ഇറങ്ങാൻ പറ്റിയില്ല. അത് കാരണമാണ് വൈകുന്നേരം ഇറങ്ങിയത്. പക്ഷേ വൈകുന്നേരം വന്നത് നന്നായി. കാരണം രാവിലെ വന്നിരുന്നെങ്കിൽ ഉച്ചയ്ക്കൊക്കെ നമ്മൾ ഇറങ്ങുന്ന സമയത്ത് ഭയങ്കര വെയിലും അത് നീയക്കുട്ടനെ നമുക്കൊക്കെ നല്ല ബുദ്ധിമുട്ടാവും. അത് കാരണം വൈകുന്നേരം പോയത് എന്തായാലും നന്നായിട്ടാണ്. ഞാൻ വെച്ച് തിരക്ക് വലുതായിട്ട് കാണൂലെന്ന്, പക്ഷെ നല്ല തിരക്കായിരുന്നു. എന്നാലും നമുക്ക് നന്നായിട്ട് കയറി മുകളിൽ മഠത്തിലൊക്കെ കയറി നന്നായിട്ട് തൊഴാനൊക്കെ പറ്റിയേ. ഈ തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഞാനൊന്ന് ചുരുക്കി പറയാമേ. അതായത് 1928 തുടക്കത്തിൽ ശ്രീനാരായണ ഗുരു കോട്ടയത്തെ നാഗമ്പടം ക്ഷേത്രത്തിൽ ഉണ്ടായിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒറ്റ ശിഷ്യന്മാർ ശിവഗിരിയിലേക്കുള്ള ഒരു തീർത്ഥാടനം എന്ന് പറയുന്ന ആശയം മുന്നോട്ട് വെച്ചു. എന്നാൽ ഈ തീർത്ഥാടനത്തിൻ്റെ ഉദ്ദേശം എന്താണെന്ന് ഗുരു അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർക്ക് കൃത്യമായിട്ടുള്ളൊരു ഉത്തരം കൊടുക്കാൻ പറ്റിയില്ല. അതിനാൽ തീർത്ഥാടനത്തിന്റെ ലക്ഷ്യം ജനങ്ങളുടെ സമഗ്രമായ വികസനത്തിനും സമൃദ്ധിക്കും വേണ്ടി സമഗ്രമായ അറിവ് സൃഷ്ടിക്കുക എന്നായിരിക്കണമെന്ന് ഗുരു തന്നെ അവരോട് വിശദീകരിച്ചു കൊടുത്തു. വിദ്യാഭ്യാസം, ശുചിത്വം, ഭക്തി തുടങ്ങിയ 8 വിഷയങ്ങളെ കേന്ദ്രീകരിച്ച് അത് ആസൂത്രണം ചെയ്യാനും ഈ വിഷയങ്ങളിൽ വിദഗ്ധരെ ക്ഷണിക്കുകയും തീർത്ഥാടകർ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധയോടുകൂടി കേട്ട് അത് അവരവരുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും ശീലിക്കണം. അത് അവരെ അഭിവൃദ്ധിയിലേക്ക് നയിക്കും. ഇതായിരിക്കണം ശിവഗിരി തീർത്ഥാടനത്തിന്റെ പ്രധാന ലക്ഷ്യമെന്ന് ഗുരു പറഞ്ഞത്. തീർത്ഥാടനത്തിനെ കുറിച്ച് ചുരുക്കിയുള്ള ഒരു കാര്യമാണ് കേട്ടോ ഞാനിത് പറഞ്ഞത്. അങ്ങനെ നമ്മൾ താഴത്തെ ശാരദ മഠത്തിലൊക്കെ തൊഴുതു. പിന്നെ താഴെയുള്ള ക്ഷേത്രത്തിലെല്ലാം തൊഴുതതിന് ശേഷം മുകളിലോട്ടുള്ള ഓരോരോ കാര്യങ്ങൾ നോക്കി കാണുന്നുണ്ടായിരുന്നേ. ഈ കാണുന്നത് ശ്രീനാരായണ ഗുരു ഉപയോഗിച്ചിരുന്ന കസേരയാണ്. അതുപോലെ തന്നെ കുറേ സാധനങ്ങൾ, അതായത് ഗുരു ഉപയോഗിച്ചിരുന്ന കുറേ കാര്യങ്ങളും വസ്തുക്കളും എല്ലാം അവിടെ ഇപ്പോഴും വളരെ നന്നായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നേ. പിന്നെ നമ്മൾ ഈ പോകുന്ന വഴിയിലെല്ലാം ഈ മരത്തിൻ്റെ ഓരോ ഭാഗത്ത് ഇതുപോലെ ബോർഡിൽ ഇങ്ങനെ ശ്രീനാരായണ ഗുരു പറഞ്ഞ ഓരോരോ വാചകങ്ങൾ ഇതുപോലെ ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നേ. ഇപ്പോഴും വളരെയേറെ ചിന്തിക്കേണ്ട ഓരോരോ കാര്യങ്ങളാണ് ഈ വാചകങ്ങളിലൂടെ നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവുന്നത്. അങ്ങനെ നമ്മൾ എല്ലായിടത്തും പോയതിന് ശേഷം ഏറ്റവും അവസാനം പോകുന്നത് മഹാസമാധി മന്ദിരത്തിലാണ്. നീയക്കുട്ടനാണെങ്കിൽ ഒറ്റയ്ക്ക് നടക്കാമെന്നും പറഞ്ഞിട്ട് നടക്കുകയാണ്. കുറേ പടി ഉണ്ടായിരുന്നു കയറി അങ്ങ് മുകളിലെത്താൻ വേണ്ടിയിട്ട്. അവൾ കയ്യിൽ വരണേ ഇല്ലായിരുന്നു. അപ്പം നമ്മളും കരുതി അങ്ങ് ഒറ്റയ്ക്ക് നടക്കണമെങ്കിൽ നടക്കട്ടെ എന്ന്. ഇതാണ് ഗുരുദേവൻ്റെ മഹാസമാധി മന്ദിരം. അങ്ങനെ അവിടേക്ക് കയറി തൊഴുതതിന് ശേഷം കുറച്ച് നേരം അവിടെ എല്ലാം നിന്ന് നമ്മളവിടെ നിൽക്കുമ്പോൾ തന്നെ നമ്മുടെ മൈൻഡൊക്കെ നല്ല റിലാക്സ്ഡ് ആവും കേട്ടോ. അവിടെ എഴുതിയിരിക്കുന്ന ഓരോ കാര്യങ്ങളും അതെല്ലാം വായിക്കുമ്പോൾ തന്നെ നമ്മൾ കുറേയും കൂടെ അങ്ങ് നമ്മൾ ഫ്രീ ആവും. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി പിന്നെ നേരെ താഴേക്ക് ഒരുപാട് സ്റ്റോൾസ് ഉണ്ടായിരുന്നേ. സ്റ്റോൾസിൽ ചെന്ന് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങളെല്ലാം വാങ്ങി പിന്നെ നേരെ നമ്മൾ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി. അങ്ങനെ ഇന്ന് ഭയങ്കര ഒരു പീസ്ഫുൾ ആയിട്ടുള്ളൊരു ട്രാവലായിരുന്നു കേട്ടോ ഈ ശിവഗിരിയിലോട്ട് വന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.